അറിയില്ല. അത് ഗവൺമെന്റ് ഇപ്പൊ ഞങ്ങൾ ഐഡിയ എടുത്തിട്ട് അവര് വേറെ അവരുടെ ഐഡിയ ആയിട്ട് എന്തെങ്കിലും അത് അതിനെപ്പറ്റി ഞങ്ങൾക്ക് വിശദീകരണം. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ മെസ്സിയെ കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പോഴുള്ള പ്രോജക്ട് എന്റെ ഡിഫറന്റാ. ഏത് ടീമിനെ മൊത്തം ആ ടീമിൽ 10 ആൾക്ക് 10 മൂല്യമാണ്. നിങ്ങളുടെ പ്രൊജക്ട് മെസ്സിയെ മാത്രം കൊണ്ടുവരലാണ്. അപ്പൊ മെസ്സി ഇപ്പൊ ഹൈദരാബാദിൽ തൊട്ടടുത്ത ഹൈദരാബാദിൽ ഒന്ന് പോയ ആളാണ്. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ തങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് വന്ന സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് ഗോട്ട് ആൻഡ് ഗ്ലോബൽ LLP. ഈ സ്ഥാപനത്തിന്റെ അഡ്രസ് സംബന്ധിച്ചും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടിവിയുടെ ഷെൽ കമ്പനിയാണ് എന്ന് സംബന്ധിച്ചൊക്കെ തന്നെ ആരോപണങ്ങൾ വന്നിരുന്നു. അതിനും അതിന്റെ ഫൗണ്ടേഴ്സ് മറുപടി പറയുകയാണ്. അഹമ്മദ് മുഷ്താഖും സദക്ക ഇവർ രണ്ടുപേരാണ് എന്നോടൊപ്പം ഉള്ളത്. റിപ്പോർട്ടിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് വന്നിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ആക്ച്വലി റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അത് കിട്ടിയാലേ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനുള്ള മറുപടിയാണ് ഞങ്ങൾ പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെതും ഞങ്ങളുടേതും അഡ്രസ്സ് സെയിം ആണെന്നുള്ളൊരു ഇതാണ് മീഡിയയിലൊക്കെ ഞങ്ങൾ കാണുന്നത്. അത് നിങ്ങൾക്ക് ആർക്കും വന്ന് അന്വേഷിക്കാവുന്നതാണ്. ഞങ്ങളെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ കൈമാറാം. ഒരടിസ്ഥാനരഹിതമില്ലാത്തത്. അത് നിങ്ങൾക്ക് ആർക്ക് പോയി നോക്കിയാലും മനസ്സിലായി. ഇത് കളമശ്ശേരി എന്നുള്ള സ്ഥലത്താണ് ഇതും ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. കളമശ്ശേരിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുള്ള എല്ലാ ഫേമും അവിടെ ലൊക്കേറ്റ് ചെയ്ത്. അപ്പൊ അവിടെ ഉണ്ടെന്നുള്ള നിലക്ക് ഞങ്ങൾ അങ്ങനെ കൂട്ടിയോജിപ്പിക്കും. ഒരേ അഡ്രസ് അല്ല എന്നാണ് പറയുന്നത്. ഒരേ അഡ്രസ് അല്ല, അത് ഒരിക്കലും ഒരു അഡ്രസ് അല്ല. എന്താണ് അഡ്രസ് ഒന്ന് പറയാമോ? കോട്ടാടിന്റെ അഡ്രസ്സ്, രജിസ്ട്രേഷൻ അഡ്രസ്സ് നോർത്ത് കളമശ്ശേരി പെരിങ്ങഴ HMT കോളനി, നമ്പർ 10/11/6 B2. ഇതാണ്. ഇപ്പോൾ റിപ്പോർട്ടറിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ബിൽഡിംഗ് ഓണറായിട്ട് ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാം. അവിടെ റിപ്പോർട്ടറിന്റെ എന്തെങ്കിലും വരാൻ പോലും സാധ്യതയില്ലാത്തൊരു ബിൽഡിംഗാണ്. റിപ്പോർട്ടറിനൊക്കെ അത്രയും വലിയ സ്റ്റുഡിയോ ഇതൊക്കെ വേണ്ടതല്ലേ. ഇതൊരു സാധാരണ ഓഫീസ് സ്പേസാണ്. അപ്പോൾ അത് വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഷെൽ കമ്പനിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ബിസിനസ്സിൽ വന്ന് വളരെ കഷ്ടപ്പെട്ട് നടത്തിയതാണ്. പിന്നെ അതൊരു നിലയിലേക്ക് വളർന്ന് ഇപ്പോൾ അത്യാവശ്യം 10-20 സ്റ്റാഫ് ഇപ്പോൾ നിലവിലുണ്ട് ഈ കോട്ടാട് ഗ്ലോബൽ എന്നുള്ളതാണ്. അല്ലാതെ തന്നെ ഞങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ സ്റ്റാഫുകൾ ഉണ്ടാവാറുണ്ട്. പല പ്രോഗ്രാമുകൾ ഇവന്റുകൾ ചെയ്യാറുണ്ട്. കോർപ്പറേറ്റ് ബ്രാൻഡിംഗ് ആണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പ്രീമിയം സെഗ്മെന്റിൽ തന്നെ സർവീസ് ചെയ്യുന്നൊരു ഫേമാണ് കോട്ടാട്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനി ഇത്രയും ലളിതമായി വളരെ ലാഘവത്തോടെ ഈ മീഡിയയിൽ രാത്രി വൈകുന്നേരം ഈ കോളത്തിലിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ലാഘവത്തോടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എന്താണെന്നുള്ളത് ഞങ്ങളെ ലീഗൽ അഡ്വൈസ് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ മൂവ് ചെയ്യാനാണ് പ്ലാൻ. നിയമപരമായി സർക്കാരിനെതിരെ പോകുന്നതാണോ? സർക്കാരിനെതിരെ എന്നല്ല, സർക്കാരിന്റെ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കിപ്പോൾ മീഡിയയിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾക്കിപ്പോൾ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ല, ആക്ച്വലി പുറത്തായിരുന്നു, കേരളത്തിന്റെ പുറത്തായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇത് അറിയുന്നത്. ഞങ്ങൾ വന്ന് ഇന്നലെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഞങ്ങളെ പേജിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ഈ ബിസിനസ് മേഖലയിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവരെ മനസ്സിലാവും കോട്ടാട് എന്താണ്. അവർക്കൊക്കെ അറിയാം. നിങ്ങൾ പറഞ്ഞു റിപ്പോർട്ടറായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അത് എങ്ങനെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് വേണം. ഈ പ്രപ്പോസൽ കൊടുക്കുന്നതിന് 1 മാസം മുമ്പാണ് നിങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്തത് എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതെ, അത് അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതെന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രീലാൻസ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം കുറച്ച് ക്ലൈന്റ് ബേസ് ആയതിനു ശേഷമാണ് നമ്മൾ ഓഫീസായിട്ട് വന്നത്. അപ്പം ഓഫീസായിട്ട് വന്നപ്പോൾ നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡിസ്കഷനൊക്കെ ഉണ്ടാവലുണ്ട്. നമുക്ക് എന്തൊക്കെ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് നമ്മൾ സ്റ്റാഫൊക്കെ ആയിട്ട് ഇരുന്ന് അങ്ങനെ സെറ്റ് ചെയ്തൊരു പ്രപ്പോസലാണ്. ഒരു ടീമും ഇതൊക്കെ രൂപീകരിച്ച്, അതായത് ഇതൊരു ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഇത് ആദ്യമായിട്ട് കൊടുക്കുന്ന പ്രപ്പോസൽ, അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് പ്രപ്പോസലുകൾ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, നേരിട്ട് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ വലിയ ഇവന്റുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് കമ്പനിന്റെ പേരുകൾ ഇവിടെ പറയാൻ അവർക്ക് അല്പം താല്പര്യം ഉണ്ടാവില്ല ഈ വിവാദം, അതുകൊണ്ട് പറയാത്തതാണ്. അങ്ങനെ വലിയ പ്രപ്പോസലുകളും വലിയ ഇവന്റുകളൊക്കെ നടത്തിയതുപോലെ ഞങ്ങൾ ഒരു എൻട്രി ചെയ്യാണല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ വളരെ പ്രീ പ്ലാൻ ചെയ്ത് ആലോചിച്ച് ഗവൺമെന്റ് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നത് തമാശക്കളിയോ കൊണ്ടുവരാന്നുള്ള പ്രപ്പോസൽ ആദ്യമായി കൊടുത്തത് ഞങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നത് ഇന്നലെ നമ്മളെ സ്പോർട്സ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ജനീഷ് സാർ ഇത് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ അതിലൊരു ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു പരാതിയല്ല, ഒരു പരിഭവമാണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു മെയിൽ അയച്ചു, ഒഫീഷ്യൽ മെയിലിലേക്കാണ് ഗവൺമെന്റിന്റെ മിനിസ്റ്റർ. അപ്പോൾ അതിന്റെ കോർ ഐഡിയ അത് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ആ കോർ ഐഡിയ ഞങ്ങളതായിരിക്കെ പിന്നെ ഞങ്ങളോട് പറയാതെയാണ് ഇത് മുന്നോട്ട് പോയത്. ഇത്രയും കാലം ഒരു റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല, ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതെങ്ങനെ റിപ്പോർട്ടറിൽ പോയി
അല്ല അത് ഞങ്ങൾക്ക് അറിയില്ല. അത് ഗവൺമെന്റ് ഇപ്പൊ ഞങ്ങൾ ഐഡിയ എടുത്തിട്ട് അവര് വേറെ അവരുടെ ഐഡിയ ആയിട്ട് എന്തെങ്കിലും അത് അതിനെപ്പറ്റി ഞങ്ങൾക്ക് വിശദീകരണം. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ മെസ്സിയെ കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പോഴുള്ള പ്രോജക്ട് എന്റെ ഡിഫറന്റാ. ഏത് ടീമിനെ മൊത്തം ആ ടീമിൽ 10 ആൾക്ക് 10 മൂല്യമാണ്. നിങ്ങളുടെ പ്രൊജക്ട് മെസ്സിയെ മാത്രം കൊണ്ടുവരലാണ്. അപ്പൊ മെസ്സി ഇപ്പൊ ഹൈദരാബാദിൽ തൊട്ടടുത്ത ഹൈദരാബാദിൽ ഒന്ന് പോയ ആളാണ്. എന്തായിരുന്നു പ്രൊജക്റ്റിൽ പറഞ്ഞത്? കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരുന്നോ? അല്ല, മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുക. പിന്നെ അത് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ആദ്യം സിസ്റ്റത്തോടാണ് സഹായം ചോദിക്കുന്നത്. സിസ്റ്റം സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യാനും ഞങ്ങളെ ക്ലൈന്റ് ബേസിൽ തന്നെ ഞങ്ങൾക്ക് വലിയ പ്രീമിയം ക്ലൈന്റുകളുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഇതിന് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനല്ലേ, നമുക്കൊരു ഐഡിയ വരുമ്പോൾ ഞങ്ങൾ ആദ്യം വളരെ നിയമപരമായിട്ട് ഗവൺമെന്റിന് ഒരു ഒഫീഷ്യൽ മെയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് പിന്നീടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയില്ല, വേറൊരാൾക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ സിസ്റ്റം നിങ്ങളെ ചതിച്ചു എന്നൊരു പരാതി ഉണ്ടോ? ചതിച്ചു എന്നുള്ളതല്ല, അതിന് മെയിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മെയിൽ ആവുമ്പോ അറിയാലോ. ബ്ലൂടിക്ക് ഒന്നും ഇല്ലല്ലോ, കണ്ടിട്ടുണ്ടോ ഇല്ലോ എന്നൊരു നമുക്കറിയില്ല. റീപ്ലൈ ഇട്ടാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇനി അത് അവരുടെ സ്വതന്ത്രമായ പ്ലാൻ. മറുപടി കിട്ടാത്തതിലും അങ്ങനെ ഒരു പ്രൊജക്ട് വേറൊരു ഗ്രൂപ്പ് കൊണ്ടുപോയാലും നിങ്ങൾക്ക് ഇപ്പൊ വിഷമമുണ്ടോ? അതിലൊരു പരിഭവമുണ്ട്. കാരണം ഇത് ഒരു ഇന്നോവേറ്റീവ് ഐഡിയക്കാണ് ഇപ്പൊ മൂല്യം. ഞങ്ങള് അപ്പൊ ചില ആൾക്കാർ വിചാരിക്കുക അവന്മാരെ ഐഡിയ എന്ന് അവർക്ക് ചിലപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഐഡിയ ഉള്ള ആൾക്കാർക്ക് അതിലും വലിയ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പൊ എല്ലാ അത് യങ്സ്റ്റേഴ്സ് അല്ലേ പിള്ളേർ. അന്ന് 24 വയസ്സുള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, അന്ന് ഞങ്ങൾ കൊടുത്ത നിസ്സാര ഇവർ വിചാരിക്കുന്ന നിസ്സാര ഒരു ഐഡിയ ആണ് ഇന്ന് ഇത്രയും വലിയ ചർച്ചയിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോ ഐഡിയ കൊടുത്ത് ഞങ്ങൾക്ക് അറിയാം അത് എക്സിക്യൂട്ട് ചെയ്യാൻ. അത് തമാശ കളിക്ക് വേണ്ടി ചെയ്തതല്ല. ഇനി എന്താ നിങ്ങൾ ലക്ഷ്യത്തിൽ ചെയ്യാൻ പോകുന്നത്? ഇത് എന്താന്ന് വെച്ചാല് ഞങ്ങളിപ്പോ ഞങ്ങളെ അഡ്വക്കേറ്റിനെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടാത്ത സ്ഥിതിക്ക് റിപ്പോർട്ടിലുള്ള എന്താണ് അത് ഇനി ഗവൺമെന്റ് വാർത്ത കൊടുത്തവർക്കെതിരെ നിയമം എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? വാർത്ത കൊടുത്തവർക്കെതിരെ എന്ന് പറയും. വാർത്ത കൊടുത്തപ്പോ നിങ്ങൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്താണ് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു ബന്ധമില്ലാതെ വോട്ടാണ് അറിയാവുന്ന രൂപത്തിൽ വന്നിരുന്ന് മീഡിയയിൽ സംസാരിക്കുന്ന ആളുകൾ വളരെ മോശമായിട്ട് സംസാരിച്ചത് തട്ടിക്കൂട്ട് കമ്പനി, പിന്നെ അങ്ങനത്തെ കുറെ ടേംസ് യൂസ് ചെയ്തിട്ടുണ്ട്. കറക്ക് കമ്പനി, അങ്ങനൊക്കെ ടേംസ്. അതായത് വലിയ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇരുന്നിട്ട് ഓരോ വിദഗ്ധർ എന്ന് പറഞ്ഞ ആൾക്കാർ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ അവരിതിന്റെ ഇതിന്റെ പിന്നണിയിൽ എന്ത് അന്വേഷണം നടത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അഡ്രസ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കെങ്കിലും പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഒരു ബന്ധവുമില്ല. ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഷെൽ കമ്പനിയാണല്ലോ. അപ്പൊ ഞങ്ങളെ ബാങ്ക് ഇതൊക്കെ സുതാര്യമാണ്. നിങ്ങൾക്ക് ഇവരെ ഇന്നൊന്നൊരു ചായ പോലും ഞങ്ങൾക്ക് ഇതുവരെ വാങ്ങിത്തരാത്ത ആൾക്കാരാണ്. അപ്പൊ അത് വെറുതെ പറയുന്ന എന്തായാലും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഗോട്ടാടിന്റെ ഫൗണ്ടേഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും തങ്ങളെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങളിൽ നിന്ന് നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും സഞ്ജു പൊറ്റമലിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.